എപ്പോഴെങ്കിലും ലൈഫ് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ ചുമ്മാ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ചിട്ടായിട്ട് വെറുതെ ഇങ്ങനെ ജീവിച്ച് പോകാനുള്ള തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊറ്റക്കല്ല, നമ്മളെല്ലാവരും അതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നൊരു ഫേസാണ്. ആൻഡ് ഇങ്ങനൊരു ഫേസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ്, ലൈക്ക് വളരെ ചെറിയ എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആൻഡ് സ്റ്റഡീസ് പറയുന്നത് ഏകദേശം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ കുഞ്ഞു ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൻ്റെ ഒരു 40% കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു 40% ഓഫ് കൺട്രോൾ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കില്ലേ. എന്നാൽ ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ദ മൽവി ഷോ. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സ്ട്രെസ്സ്, ഇങ്ങനെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഹോം മേക്കർ ആയിക്കോട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഓണ്ടർപ്രണർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ടിപ്പ് ഓഫ് ടുഡേ. ടിപ്പ് നമ്പർ 1 ഇസ് 2-minute റൂൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് എന്താണ് ഈ 2-minute റൂൾ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം 2 മിനിറ്റോ അതിൽ കുറവായിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു മെയിൽ റിപ്ലൈ അയക്കാനുണ്ട്, ഒരാൾക്ക് മെസ്സേജ് അയക്കാനുണ്ട്, ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ട്. 2 മിനിറ്റോ 2 മിനിറ്റിലെ താഴെ അത് വരുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് ചെയ്യാം, റൈറ്റ്? കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സംതിങ്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൈറ്റ് നോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ഇപ്പം തന്നെ ചെയ്തിട്ട് കം ബാക്ക്, റൈറ്റ്? ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു മോർണിംഗ് പ്ലാനിങ് റിച്വൽ സ്റ്റാർട്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഒരുപാട് സമയവും ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോണിൽ നോട്ട്സോ അതുപോലെ തന്നെ നോട്ട് ടേക്കിംഗ് ആയിട്ടുള്ള മറ്റ് ആപ്സൊക്കെ ഫ്രീ ആയിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ, റൈറ്റ്? 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ എടുത്തിട്ട് എന്ത് ചെയ്യാം? സോ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് തുടങ്ങുന്നതിന് മുന്നേ, ഓർ മേ ബി ഉറങ്ങി എണീച്ച ഉടനെ എന്ത് ചെയ്യാം, അന്നത്തെ ഒരു മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 3, 4, 5 കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് മൈൻഡിൽ നിന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് അതിലൊരു ടോപ്പ് 3 പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോട്ട് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം തുടങ്ങുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അന്ന് ചെയ്യാനുണ്ട്, ഓർ നിങ്ങളത്തെ അന്നത്തെ പ്രയോറിറ്റി എന്താണെന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതേപോലെ നിങ്ങൾ എന്താണ് ആ ദിവസം ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾ കുറേ കൂടെ ലൈഫിൻ്റെ കൺട്രോളിൽ പോയുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു ടെക്നിക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി ചെയ്യുന്നൊരു പ്രോസസ്സാണ് അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ്. ടിപ്പ് നമ്പർ 3 എന്നുള്ളത് 1 മിനിറ്റ് റൂൾ ഓഫ് ടൈഡ്നെസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ടൈഡ്നെസ് വെച്ചാൽ വൃത്തിയാക്കൽ. അതായത് സേ നിങ്ങളെ ചുറ്റുപാട് 1 മിനിറ്റിൽ വൃത്തിയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക. ആൻഡ് സ്റ്റഡി സേസ് ഒരു ക്ലീൻ എൻവയൺമെൻറ്റ് ഏകദേശം 20% പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്, റൈറ്റ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, നിങ്ങൾക്ക് സ്ക്രീനിൽ വളരെ ക്ലറ്റേർഡ് ആയിട്ടുള്ള മെസ്സി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റും കാണുന്നുണ്ടാവും, തൊട്ടപ്പുറത്ത് ക്ലീൻഡ് ആയിട്ടുള്ളൊരു ഡെസ്കും ഒരു എൻവയൺമെൻറ്റും കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്ലേസ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് നിങ്ങളുടെ ക്ലീൻ ആയിട്ടുള്ള ഡെസ്ക് ആയിരിക്കാം. ചില ആൾക്കാർ പറയും എൻ്റെ ആർട്ടിസ്റ്റിക് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന എൻവയൺമെൻറ്റൊക്കെ കുറച്ച് മെസ്സിയൊക്കെ വേണമെന്നുള്ളത്. ദാറ്റ് ഈസ് വെരി പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. ബട്ട് സ്റ്റിൽ സ്റ്റഡി സേസ് ഏകദേശം 20% നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ബെറ്റർ ആക്കാനായിട്ട് ക്ലീൻ എൻവയൺമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വീട്ടിൽ നിന്നുള്ള ഈ തെരുവിളിയും ചീത്തോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ 1 മിനിറ്റ് റൂൾ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 4 എന്നുള്ളത് 90/90/1 റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ 90/90/1 റൂൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത 90 ദിവസം നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ഡേയിൻ്റെ ആദ്യത്തെ 90 മിനിറ്റ് നിങ്ങളുടെ ലൈഫിലെ ആ സമയത്തുള്ള അല്ലെങ്കിൽ ഈ സമയത്തുള്ള നമ്പർ 1 പ്രയോറിറ്റിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സേ നിങ്ങൾക്ക് ഒരു നല്ല കോണ്ടന്റ് റൈറ്റർ ആണ്, സേ നിങ്ങൾക്ക് നല്ല വീഡിയോസ് എടുക്കണം, ഓർ സേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണം, ഓർ സേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഓർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബിൽഡ് ചെയ്യണം. എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഡേയുടെ ആദ്യത്തെ 90 മിനിറ്റ് എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫാക്കിയിട്ട് എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ മേലെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. സേ നിങ്ങൾക്ക് 90 മിനിറ്റ്സ് പറ്റുന്നില്ല, you can think of say 60 minutes or 30 minutes എന്തോ ആവാം, ബട്ട് 90 minutes is the rule that comes in. ഇമാജിൻ നിങ്ങളൊരു കാര്യത്തിൻ്റെ മേലെ 1.5 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്യണം.
എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഹാബിറ്റ്സ് കോമ്പൗണ്ട് ആവും, റൈറ്റ്? യു വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ അറ്റ് എനിത്തിങ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ലൈക്ക് ഹൗ ആർ യു ഏബിൾ ടു മേക്ക് വീഡിയോസ് വിത്ത് ഈസ്, റൈറ്റ്? എൻ്റെ ആദ്യത്തെ വീഡിയോ 93 ടേക്ക് എടുത്തിട്ടാണ് ഒരു 30 സെക്കൻഡിൻ്റെ റീൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്, റൈറ്റ്? എന്നാൽ ഞാൻ ഇന്ന് കളക്റ്റീവിൽ കഴിഞ്ഞ ഒരു 6 വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം 10,000 വീഡിയോസിൻ്റെ മേലെ ഞാൻ മിനിമം എടുത്തിട്ടുണ്ട്. ഏകദേശം 4,000-5,000 മണിക്കൂറിൻ്റെ മേലെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്യുവർ അവേഴ്സ്, പ്യുവർ ഇൻപുട്ടാണ്, ഔട്ട്പുട്ടല്ല ഞാൻ സംസാരിക്കണേ, റൈറ്റ്? അതിനുശേഷമാണ് ഒരു വീഡിയോസ് 15 മിനിറ്റിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദീസ് വീഡിയോസ് ആർ ടേക്കൺ വിത്തൗട്ട് എനി കട്ട്സ്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തുകൊണ്ടേ നിൽക്കുക, സോ ദാറ്റ് നമ്മളതിൽ ഇംപ്രൂവ് ആവുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇതിലേക്ക് വരുന്നത്. ആൻഡ് യു കാൺട്ട് ഇമാജിൻ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദി ഇൻപുട്ട്, ലീവ് ദി ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് വന്നിരിക്കും, റൈറ്റ്? അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് 5 സെക്കൻഡ് റൂളാണ്. ഇത് മെൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ, ഒരു എക്സ്പേർട്ടിൻ്റെ ടെക്നിക്കാണ്. എന്താണ് ഈ 5 സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് 5 വരെ കൗണ്ട് ചെയ്യുക. 5, 4, 3, 2, 1. ആ 1ൽ ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് എനിക്ക് ബെഡിൽ എണീക്കണം രാവിലെ, റൈറ്റ്? കുറേ ചിന്തിച്ചിരിക്കുന്നതിന് പകരം 5 സെക്കൻഡ്, അത് വിത്തിൻ 5 സെക്കൻഡ്സ് നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നിങ്ങൾ കൗച്ചിലിരിക്കുകയാണ്, കുറച്ച് നിങ്ങൾക്ക് പോയിട്ട് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണം, എന്ത് ചെയ്യുക? 5 സെക്കൻഡ് വരെ എണ്ണ, അല്ലെങ്കിൽ 5 വരെ എണ്ണ, 5 ബാക്കോട്ട് എണ്ണ, ആ 1ൽ പോയിട്ട് മൂവ് ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇത് നമ്മുടെ ഓവർ തിങ്കിങ്ങും പ്രോക്രാസ്റ്റിനേഷനും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത പ്രാവശ്യം നിങ്ങളൊരു സ്ഥലത്ത് കിടന്നിട്ട് ഇങ്ങനെ വേണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് തിങ്ക് അബൌട്ട് 5 സെക്കൻഡ് റൂൾ. 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കലണ്ടറിൽ, അത് ഇനി കലണ്ടറിൽ എന്നുള്ളൊരു സംഭവം ഉപയോഗിക്കുന്നൊരു ശീലം ഇല്ലാന്നുണ്ടെങ്കിൽ, കലണ്ടർ ഈസ് ആക്ച്വലി എ വെരി സീക്രട്ട് ഓർ വെരി അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഹാക്കാണ് കലണ്ടർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗെയിം ചേഞ്ചർ, റൈറ്റ്? സോ നിങ്ങളുടെ കലണ്ടറിൽ ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങളുടെ സ്ക്രീൻസൊന്നും നോട്ടിഫിക്കേഷൻസൊന്നും എല്ലാത്തൊന്നും മാറിയിട്ടായിട്ട് ഒന്നുമില്ലാത്ത ഒരു സംഭവം ബ്ലോക്ക് ഫിൽ ചെയ്തിടുക, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിടുക. എന്നിട്ട് ജേർണലിങ്ങോ വർക്കൗട്ട്സോ വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ലൈക്ക് ഇറ്റ് ഇസ് അപ് ടു യു. വെറുതെ ഇരിക്കാം, ബോറടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, റൈറ്റ്? ആൻഡ് സ്റ്റഡീസ് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് അഥവാ ഈ ഒരു ഡീടോക്സ് ബ്ലോക്ക് ആക്ച്വലി സ്ട്രെസ് കുറക്കാനും ബേൺ ഔട്ട് പ്രിവെൻറ്റ് ചെയ്യാനും ഉറക്കം ബെറ്ററാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ജസ്റ്റ് നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കുക, ലാസ്റ്റ് ടൈം എപ്പോഴാണ് നിങ്ങളൊരു 30 മിനിറ്റ്സ് ഇങ്ങനൊരു ബ്ലോക്ക് ഫിൽ ചെയ്തിട്ട് ഓർ ഒരു 30 മിനിറ്റ്സ് സ്ക്രീനില്ലാതെ വെറുതെ ഇരുന്നിട്ടുള്ള എന്ന് ചിന്തിച്ച് നോക്കാം. ഇറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ്, റൈറ്റ്? ആൻഡ് ഫൈനലി 7ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അഗെയിൻ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് സീക്രട്ടാണ്, കുഞ്ഞു ഹാബിറ്റാണ്. നൈറ്റ് ബ്രെയിൻ ഡംപ് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. അതായത് ഉറങ്ങുന്നതിന് മുന്നേ അഥവാ രാത്രി വാട്ട് എവർ ദ ടൈം ഇസ്, അന്നത്തെ ദിവസത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നാളത്തെ കുറിച്ചിട്ടോ ടാസ്കുകളെ കുറിച്ചിട്ടോ നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിടാം, റൈറ്റ്? ആൻഡ് ആക്ച്വലി ഹെൽപ്സ് സ്ലീപ്പ് ബെറ്റർ, റൈറ്റ്? ഒരുപാട് സ്ട്രെസ്സ് കുറക്കും, അതേപോലെ തന്നെ മെൻ്റൽ ക്ലട്ടർ ഒഴിവാക്കാനായിട്ട് പറ്റും, കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. മാത്രമല്ല അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യം പറഞ്ഞ നമ്മുടെ മോർണിംഗ് പ്ലാനിങ് റൂട്ടീനിനെ വേണ്ടിയിട്ടായിട്ട് കണക്ട് ചെയ്യാനും ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യണം. നമ്മൾ ഏകദേശം 7 ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് 2 മിനിറ്റോ അതിൽ കുറവാണ് വരുന്നത് വെച്ചാൽ അത് അപ്പം തന്നെ ചെയ്യുക, റൈറ്റ്? 2ാമത്തെ കാര്യം മോർണിംഗ് പ്ലാനിങ് റിച്വൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും തുടങ്ങുന്നതിന് മുന്നേ അന്നത്തെ ദിവസത്തെ മേജർ ആയിട്ടുള്ള ടാസ്കുകൾ ഒരു 3 ടോപ്പ് പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കുറേ കൂടെ നമ്മുടെ അന്നത്തെ ദിവസത്തെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഹെൽപ്പ് ചെയ്യും. 3ാമത്തെ റൂൾ എന്ന് പറയുന്നത് 1 മിനിറ്റ് റൂളാണ് ഫോർ ടൈഡിനെസ് എന്ന് വെച്ചാൽ ഒരു കാര്യം, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് 1 മിനിറ്റിൽ വൃത്തിയാക്കാൻ പറ്റുന്ന അത്ര വൃത്തിയാക്കുക, റൈറ്റ്? അങ്ങനത്തെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 20% ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി, സ്റ്റഡീസ് സേ സോ, റൈറ്റ്? 4ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് 90/90/1 റൂളാണ്. അതായത് അടുത്ത 90 ഡേയ്സ് നിങ്ങളുടെ ദിവസത്തിന് ആദ്യത്തെ 90 മിനിറ്റ്സ് ഒരു പ്രയോറിറ്റി, നമ്പർ 1 പ്രയോറിറ്റിയുടെ മേലെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് വിത്ത് ഗെറ്റിംഗ് എ ലോട്ട് ബെറ്റർ, റൈറ്റ്? ഇനി 5ാമത്തെ റൂൾ എന്ന് പറയുന്നത് 5 സെക്കൻഡ് റൂളാണ്. മെൽ റോബിൻസിൻ്റെ 5 സെക്കൻഡ് റൂളാണ്. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം ഒരു കാര്യം 5 സെക്കൻഡിന് മുന്നേ ചെയ്യാനായിട്ട് ശ്രമിക്കുക, റൈറ്റ്? ബെഡിൽ നിന്ന് എണീക്കണം, കുറേ എണീക്കണം വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം കൗണ്ട് ഫ്രം 5 to backward 1ൽ എണീക്കുക ചെയ്യുക. ഇറ്റ് ഹെൽപ്സ്, ഇറ്റ് വർക്ക്സ്, റൈറ്റ്? 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീടോക്സ് പ്ലാൻ ചെയ്യുക. എല്ലാ ദിവസവും 30 മിനിറ്റ് മിനിമം
നിങ്ങളുടെ സ്ക്രീനിൽ നിന്നൊക്കെ മാറിയിട്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതായത് വിത്തൗട്ട് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ബ്ലോക്ക് ചെയ്യുക. 7ാമത്തെ ഹാബിറ്റ് എന്നത് നൈറ്റ് ബ്രെയിൻ ഡംപാണ്. ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഡംപ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. റൈറ്റ്? നിങ്ങൾ ഈ 7 കാര്യങ്ങളും അല്ലെങ്കിൽ 7 ഹാബിറ്റും അറ്റ് എ ടൈം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 by 1 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. 1 by 1 ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഓവർവെൽമിംഗ് ആവും. ജസ്റ്റ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. ബിൽഡ് 1 by 1 ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഹാവ് മോർ കൺട്രോൾ, മേക്ക് ഇറ്റ് വെരി സിമ്പിൾ ഫോർ യു. റൈറ്റ്? സോ ഹാബിറ്റ്സ് കോമ്പൗണ്ടിങ് ആണ്. അതായത് ഇന്ന് ചെയ്തു വെച്ചിട്ടായിട്ട് ഇന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരണമെന്നുണ്ടാവണമെന്നില്ല. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കോമ്പൗണ്ടിങ് ആയിട്ട് അതൊരു എന്താ പറയുക ഭയങ്കര ഒരു ലീനിയർ ആയിരിക്കില്ല, പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. റൈറ്റ്? സോ ഇതിൽ ഏതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഹാബിറ്റ് എന്നുള്ളതൊന്ന് കമൻറ്റ് ഓൺ ചെയ്യുക. ഇതല്ലാതെ നിങ്ങളുടെ മൈൻഡിൽ വളരെ കുഞ്ഞ് ഹാബിറ്റ് എന്നുള്ള പറയാൻ പറ്റുന്ന ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഓൺ ചെയ്യുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള മലമറിക്കുന്ന തരത്തിലേക്കായിട്ടുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രൈ and let me know. Right? You can send me an email. I'll be very happy to read your emails, and email താഴെ description ഉണ്ട്. Right? So until we see next time, thank you so much for watching. See you in the next one. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറയാണ്. Let's go.